മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പിന്നിട്ടിട്ട് 2 വർഷം പൂർത്തിയാകുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും. പുത്തുമല ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥന നടക്കുകയാണ്. അയ്യോ, എല്ലാവരെയും ഒരുമിച്ച് പണിയെടുത്ത ആൾക്കാരാണല്ലോ. പങ്കുവെച്ചു, സ്നേഹപ്പെട്ടു. ദൈവമേ, ഒരു പാത്രത്തിന് വളഞ്ഞ ഞങ്ങളെ പിണക്കൊന്നുമില്ലാത്ത സന്തോഷം ഇന്ന് ഞങ്ങൾ വിട്ടു പോയില്ല. കമൽ പുത്തുമലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളാണ്. എത്ര വർഷം കഴിഞ്ഞാലും ആ ഓർമ്മകൾ, അതിൻ്റെ വേദന അവരെ വിട്ടു പോകില്ല എന്നുറപ്പാണ്. അവർ ഏതൊക്കെ രീതിയിൽ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്ന് നമ്മൾ ആശ്വസിച്ചാലും പ്രിയപ്പെട്ടവരാണ്, ഉറ്റവരാണ്, ഒരുമിച്ച് ജീവിച്ചവരാണ്, എല്ലാം ആയിരുന്നവരാണ്. ഈ പ്രാർത്ഥന ഇപ്പോൾ നടക്കുകയാണോ? എല്ലാവരും തന്നെ ഒരുപക്ഷെ എല്ലാവർക്കും അങ്ങനെ അങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ കൂടിയല്ലേ? അതുതന്നെയാണ്, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ. സർവമത പ്രാർത്ഥന തുടങ്ങുന്നതേയുള്ളൂ. കാരണം ഇങ്ങോട്ട് എത്തേണ്ട 2 മന്ത്രിമാർ താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്കിൽ പെട്ടതിനാൽ അവരെത്തുന്നതേയുള്ളൂ. ഒന്നിച്ചുള്ള പ്രാർത്ഥന തുടങ്ങുന്നതേയുള്ളൂ. പക്ഷേ ഹൃദയഭൂമിയിൽ എല്ലാവരും, നമുക്കറിയാം, ഇവിടെ ജാതി മത ഭേദമന്യേ ഈ ദുരന്തത്തിൽ ദുരന്തത്തിൽ മരണമടഞ്ഞ ആളുകളെ ഒരുമിച്ച് സംസ്കരിച്ച അവർ അന്തിയുറങ്ങുന്ന ഇടമാണ് പുത്തുമലയിലെ ഹൃദയഭൂമി. അവിടെ ഓരോരുത്തരുടെയും ബന്ധുക്കൾ അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥനകളും അനുസ്മരണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. കൂട്ടായും അല്ലാതെയും ഒക്കെ അത്തരം പ്രാർത്ഥനകളാണ് നടക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മുടെ അനീഷിൻ്റെയും സൈനയുടെയും കുഞ്ഞുമക്കളുടെ കല്ലറയാണ്. നിവേദും ധ്യാനും ഇഷാനും പതിവ് പോലെ അവിടെ നിറയെ ടോയ്സ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. അവർ അത് കൊണ്ടുവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഓരോരുത്തരും അവരുടെ ഉറ്റവരുടെ ഓർമ്മകളുമായി ഇവിടെ വിവിധ തരത്തിൽ അനുസ്മരണം നടത്തുകയാണ്. പലരോടും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അനീഷിനോടും സൈനയോടൊന്നും നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നില്ല. കാരണം അവരൊന്നും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സർവമത പ്രാർത്ഥന തുടങ്ങും. രാവിലെ ടൗൺഷിപ്പിൽ ഇതേപോലെ ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമൊരുക്കിയിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ കണ്ട അതിവൈകാരികമായ ദൃശ്യങ്ങളൊക്കെ രാവിലെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ചൂരൽമലയിൽ വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ, വെള്ളാർമല ഹൈസ്കൂളിലെയും മുണ്ടക്കൈ LP സ്കൂളിലെയും കുട്ടികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. ഉണ്ണിമാഷ് ഉൾപ്പെടെ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ അവിടെ എത്തിയിരുന്നു. അങ്ങനെ പലയിടത്തായി അനുസ്മരണ ചടങ്ങുകൾ നടക്കുകയാണ്. ദിവീഷ് പറഞ്ഞതുപോലെ ടൗൺഷിപ്പിൽ താമസം തുടങ്ങിയിട്ടുണ്ട് 178 കുടുംബങ്ങൾ. പലരും അതിജീവനത്തിൻ്റെ പാതയിലാണ്. പക്ഷേ വിട പറഞ്ഞ ഉറ്റവരെ കുറിച്ചുള്ള ഓർമ്മകൾ അത് അത്ര പെട്ടെന്ന് മായുന്നതല്ല. ദിവസം അവർക്കൊന്നും അങ്ങനെ മറക്കാൻ കഴിയുന്നതുമല്ല. ദിവീഷ്, മന്ത്രിമാരിപ്പോൾ ഇങ്ങോട്ട് എത്തുകയാണ്. ദിവീഷ്, മന്ത്രിമാരായ സിദ്ദിഖും അതുപോലെ ടി സിദ്ദിഖും AP അനിൽകുമാറും ഹൃദയഭൂമിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. അവർ നമ്മുടെ ആ കുട്ടികളുടെ കല്ലറയുടെ ഭാഗത്തേക്കാണ് 2 പേരും എത്തുന്നത്. പോലെ AP അനിൽകുമാറും ഇഷാനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദിവീഷ്, മന്ത്രിമാരെ കാത്തു നിൽക്കുകയായിരുന്നു എല്ലാവരും സർവമത പ്രാർത്ഥനയ്ക്കായി. ജില്ലാ കലക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ അവർക്കൊപ്പമുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, കലക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മന്ത്രിമാർ എല്ലാവരും ഈ കുട്ടികളുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുന്ന ദൃശ്യങ്ങളാണ് ദിവീഷ് നമ്മൾ ഇപ്പോൾ കാണുന്നത്.
3 കുട്ടികളെയും ഒരുമിച്ച ഒരു സ്ഥലത്താണ് അടക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് അവരുടെ അച്ഛമ്മ രാജമ്മയുമുണ്ട്. 4 പേരും ആണ് ഒരു കുടുംബത്തിൽ അവരുടെ സൈനയുടെയും അനീഷിൻ്റെയും ഈ കുട്ടികൾക്ക് ചോക്ലേറ്റ് വയ്ക്കുന്നതും ടോയ്സ് വയ്ക്കുന്നതും ഒക്കെ മുമ്പ് നമ്മൾ പലതവണ പറഞ്ഞു. ആ വീട്ടിൽ നിറയെ ഈ മക്കളുടെ ഓർമ്മകളാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വലിയൊരു ചിത്രമാണ് ഈ 3 കുട്ടികളുടെയും. അതോടൊപ്പം അവിടെയും അവരുടെ ഓർമ്മകൾ മാത്രമാണ് ആ വീടിനകത്തുമുള്ളത്. ഇപ്പോഴും 2 പേരും അതേ ആ മക്കളെ ഒരു ഒപ്പം ഉള്ളതുപോലെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും എനിക്ക് അവരോട് സംസാരിക്കാൻ കഴിയാറില്ല. കാരണം നമ്മളായി അവരെ ആ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോകേണ്ടതില്ല എന്ന് നമ്മൾ കരുതാറുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും അവർ എപ്പോഴും ആഴ്ചയ്ക്കും ഇവിടെ ഹൃദയഭൂമിയിലെത്താറുണ്ട്. വീട്ടിലാണെങ്കിലും മക്കളുടെ ഓർമ്മകളൊക്കെ തന്നെയാണ്. എന്തായാലും 3 കുഞ്ഞു മക്കളെ ആണ് അവർക്ക് നഷ്ടമായത്. അതോടൊപ്പം അനീഷിൻ്റെ അമ്മയും 4 പേർ ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടമായി. അവിടെയാണ് മന്ത്രിമാരൊക്കെ ആദ്യം നേരിട്ടെത്തിയിരിക്കുന്നത്. ജില്ലാ കലക്ടർ മേഘശ്രീ മന്ത്രിമാരോടൊപ്പമുണ്ട്. അവർ അവിടെ പുഷ്പാർച്ചന നടത്തി മടങ്ങുകയാണ്. നമുക്ക് നഷ്ടമായത് ഒരു നാടും ആ നാടിന്റെ സ്വപ്നങ്ങൾ അത്രയുമായിരുന്നു. 300ഓളം മനുഷ്യർ ആ മഹാദുരന്തത്തിൽ നമ്മെ വിട്ടുപോയി. ആ മഹാദുരന്തത്തിന് 2 ആണ്ട് തികയുകയാണ് ഇന്ന്. നമ്മൾ വിട്ടുപോയവർക്ക് സർവമത പ്രാർത്ഥന കൂടി അല്പസമയത്തിനകം തന്നെ നടക്കും. മന്ത്രി പിനൽകുമാർ, മന്ത്രി ടി സിദ്ദിഖ് എന്നിവർ അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ വീണ്ടും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഹൃദയഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. വല്ലാതെ നമ്മളെല്ലാം വിഷമത്തിലാക്കുന്ന, കണ്ണീരണിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കവിടെ നിന്ന് കാണാൻ കഴിയുക. 2 വർഷം മുൻപ് ഈ ഹൃദയഭൂമിയിലെ, ഇപ്പോൾ ഹൃദയഭൂമി എന്ന് പറയുന്ന ആ ഇടം എന്തൊരു വല്ലാത്ത, നമ്മളെ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാഴ്ചയായി നിന്നതാണ്. ഓരോരോ മൃതദേഹങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്, അത് സംസ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്, DNA സാമ്പിളുകൾ കൊണ്ടുപോയത് തിരിച്ചറിയാനായി ആ നമ്പറുകൾ, ഓരോ മൃതദേഹവും സംസ്കരിച്ചെടുത്ത് ആ നമ്പർ രേഖപ്പെടുത്തുന്നത്, മഴ, അതിനിടയിൽ രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, അവരുടെ വലിയ ഒരുപാട് സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകരൊക്കെ നടത്തിയ ശ്രമം, അത് കേരള ചരിത്രത്തിൽ തന്നെ എങ്ങനെയാണ് ഒരു നാട് മുഴുവൻ ഒരു ദുരന്ത മുഖത്ത് ഒന്നായി നിന്ന് അവിടുത്തെ ആളുകളിലേക്ക് സഹായവുമായി എത്തിച്ചേർന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയായിരുന്നു ചുരൽമല മുണ്ടക്കൈ ദുരന്തം. അതിനുശേഷവും അന്നത്തെ ദിവസങ്ങളോളം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനം തകർന്ന് തരിപ്പണമായി പോയ ഒരു ഭൂഭാഗം അങ്ങനെ തന്നെയായിരുന്നു. ഇത് വേറെ ഏതോ ലോകമെന്ന് തോന്നുന്ന വിധം തിരിച്ചറിയാൻ പോലും കഴിയാത്ത രൂപത്തിൽ മാറിപ്പോയ ഒരു പ്രകൃതി. എത്രയോ മനുഷ്യർ വളരെ സന്തോഷത്തോടെ സങ്കടങ്ങളും സന്തോഷവും നിരാശയും പ്രതീക്ഷകളും ഒക്കെ പങ്കുവെച്ച് ജീവിച്ച കുറേയേറെ മനുഷ്യർ ഒറ്റ നിമിഷം കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് അവരിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഇല്ലാതായി പോകുന്ന കാഴ്ച. ദിവസങ്ങളെടുത്തുള്ള രക്ഷാപ്രവർത്തനം, തിരച്ചിൽ, മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള തിരച്ചിൽ, പലയിടങ്ങളിൽ നിന്ന്, പോത്തുകലിൽ നിന്നടക്കം കിലോമീറ്ററുകൾ ദൂരെ പോത്തുകലിൽ നിന്നടക്കം മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയ അതീവ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് അവർക്കൊക്കെയുള്ളൊരു അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കൂട്ടായ ശ്രമം ഈ രക്ഷാപ്രവർത്തന സമയത്ത് അറിയാം. പട്ടാളം, നമ്മുടെ സൈനിക വിഭാഗങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു, പെട്ടെന്ന് വേലി പാലമുണ്ടാക്കുന്നു, ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംവിധാനങ്ങൾ, ആളുകളെ രക്ഷിക്കാൻ, അങ്ങനെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വരെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, അങ്ങനെ നമ്മുടെ നാടിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിന്ന്, എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്ന് നമ്മൾ ആ ദുരന്തത്തെ മറികടന്നതാണ്. 2 വർഷം പിന്നിടുമ്പോഴും ആ വേദന, ആ നീറ്റൽ അവരിൽ നിന്ന് മായുന്നില്ല എന്നതാണ്. അത് എക്കാലവും തുടരുന്നതാണ്. ജീവിതത്തിലേക്ക് എത്ര തിരികെ വരാൻ ശ്രമിച്ചാലും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും.